ഗുഡ് മോർണിംഗ് ഫ്രണ്ട്സ്, വെൽക്കം ടു AK ട്രാവൽ ലോഗ്. എല്ലാവർക്കും ആദ്യമായി തന്നെ നല്ലൊരാഴ്ച ആശംസിക്കുകയാണ്. അതിനോടൊപ്പം ഒരു നല്ലൊരു തിങ്കളാഴ്ചയും കൂടി ആശംസിക്കുന്നു. അപ്പോൾ നമ്മുടെ ട്രിപ്പിൻ്റെ കാര്യങ്ങളായിട്ട് രാവിലെ തന്നെ ഇറങ്ങി. രാവിലെ നല്ല മഴയായിരുന്നു, ഒരു സ്റ്റെപ്പ് നല്ലൊരു മഴ പെയ്തു. ഇപ്പോൾ നെയ്യാറ്റിൻകരയിൽ നിന്ന് ബാലരാമപുരത്തേക്ക് എത്താറായി, വഴിമുക്ക് കഴിഞ്ഞു. അപ്പോൾ ചെറുതായിട്ട് മഴയുണ്ട്, ചെറിയ ബ്ലോക്കും ഉണ്ട്. അപ്പോൾ തിങ്കളാഴ്ച ദിവസം ആയതുകൊണ്ട് തന്നെ പൊതുവെ അത്യാവശ്യം ബ്ലോക്ക് കാണും. അപ്പോൾ അങ്ങനെ ട്രിവാൻഡ്രത്തോട്ട് പോവുകയാണ്. ഈ റൈറ്റ് സൈഡ് കാണുന്നതാണ് മറ്റേ പള്ളി, തൈക്കാപ്പള്ളി അങ്ങനെ എന്തോ പറയും ഇവിടെ. അങ്ങനെ നമ്മൾ ബാലരാമപുരം എത്തി. ഇവിടെ നിന്ന് ബ്ലോക്കാണ് വണ്ടികളെല്ലാം. എന്തായാലും യൂബറും എല്ലാം ഓൺ ചെയ്തിട്ടുണ്ട്. ട്രിപ്പ് അടിക്കുമോ നമുക്ക് നോക്കാം. നമുക്ക് പതുക്കെ നീങ്ങാം. പോകുന്ന വഴിക്ക് ട്രിപ്പ് കിട്ടിയാൽ നല്ലത്. ഇപ്പോൾ ബാലരാമപുരം ജംഗ്ഷൻ എത്താറായി. അത്യാവശ്യം നല്ല ബ്ലോക്കുണ്ട്. ബ്ലോക്കിൽ കിടക്കാൻ വയ്യാത്തതുകൊണ്ട് പലരും റോങ് സൈഡ് കയറിയൊക്കെ പോവുകയാണ്. എന്നാലും നമുക്ക് കയറി പോകണ്ട, നമുക്ക് വെയിറ്റ് ചെയ്യാം. പതുക്കെ പോകാം. അപ്പോൾ ഫ്രണ്ട്സ്, നമുക്കൊരു ട്രിപ്പ് അടിച്ചു. അത് ബാലരാമപുരത്ത് നിന്ന് റൈലിലേക്ക് തേമ്പാമുട്ടം എന്ന് പറയുന്ന സ്ഥലമാണ്. അതായത് നമ്മുടെ ബാലരാമപുരം റെയിൽവേ സ്റ്റേഷൻ്റെ അടുത്തായിട്ടാണ് കാട്ടാക്കട റോഡ്. ഈ കാണുന്നത് കാട്ടാക്കട റോഡാണ് ബാലരാമപുരത്ത് നിന്ന് റൈലിലേക്ക്. അവിടെ നിന്ന് നമുക്ക് പോകേണ്ടത് തിരിച്ച് നെയ്യാറ്റിൻകരയിലോട്ട് തന്നെയാണ്. അപ്പോൾ വന്നതുപോലെ തിരിച്ച് ബാക്കിലോട്ട് പോകണം. അപ്പോൾ നെയ്യാറ്റിൻകരയിലോട്ട് ആണ് ട്രിപ്പ് അടിച്ചിരിക്കുന്നത്. ഇവിടെ ഈ റോഡും അത്യാവശ്യം നല്ല ബ്ലോക്കാണ്. ഇവിടെ നിന്നൊരു 1 കിലോമീറ്ററാണ് പിക്കപ്പ് കാണിക്കുന്നത്. ഇങ്ങനെ ഒരു 5 മിനിറ്റിൽ കൂടുതൽ സമയം എടുക്കും എന്നാണ് കാണിക്കുന്നത്, കാരണം അത്രയും നല്ല ബ്ലോക്കാണ്. എന്തായാലും നമുക്ക് അങ്ങോട്ട് പോയി ആ ട്രിപ്പ് എടുക്കാം. അപ്പോൾ അവിടുത്തെ തിരക്കൊക്കെ മാറി. ഒരു 500 മീറ്റർ കാണിക്കുന്നുണ്ട് പിക്കപ്പ്. നമുക്ക് എന്തായാലും കസ്റ്റമറെ പിക്ക് ചെയ്യാം. നമ്മളങ്ങനെ ബാലരാമപുരം റെയിൽവേ സ്റ്റേഷൻ എത്തി. ഇവിടെയാണ് അതിൻ്റെ ലെവൽ ക്രോസിംഗ്. ഇതാണ് ബാലരാമപുരം റെയിൽവേ സ്റ്റേഷൻ. അങ്ങനെ വലത് സൈഡാണ് റെയിൽവേ സ്റ്റേഷൻ. അങ്ങനെ നമ്മൾ ലൊക്കേഷനിലെത്തി. എന്തായാലും കസ്റ്റമർ ഒന്ന് വിളിക്കാം. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മുടെ ലൊക്കേഷനിലെത്തി. അപ്പോൾ നമ്മുടെ കസ്റ്റമേഴ്സ് ഇവിടെ നിൽക്കുവാണ്. കറക്റ്റ് റെയിൽവേ ക്രോസ് കഴിഞ്ഞ് കുറച്ച് ഇങ്ങോട്ട് വരണം. എന്തായാലും കസ്റ്റമറെ കണ്ടുപിടിച്ചു. ലൊക്കേഷൻ അവർ സെറ്റ് ചെയ്തത് തെറ്റായിരുന്നു. എന്തായാലും അവർ നമുക്ക് പിക്ക് ചെയ്യാം. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മുടെ ട്രിപ്പ് കഴിഞ്ഞു. നെയ്യാറ്റിൻകര 3 കല്ലിമൂട് എന്ന് പറയുന്ന സ്ഥലത്തായിരുന്നു ഡ്രോപ്പ്. 2 ഡ്രോപ്പ് ഉണ്ടായിരുന്നു. ഒന്ന് GR പബ്ലിക് സ്കൂള്,
3 മൂടുള്ള മറ്റേ ആയുർവേദ ഗവൺമെൻറ് ആശുപത്രിക്കകത്തുള്ള ഹോമിയോ ആശുപത്രി. 2 ഡ്രോപ്പ് കഴിഞ്ഞു. അപ്പോൾ ഇനി നമുക്ക് വേണമെങ്കിൽ കുറച്ച് നേരം ഇവിടെ വെയിറ്റ് ചെയ്യാം. വെയിറ്റ് ചെയ്ത് നോക്കാം. ട്രിപ്പ് അടിച്ചാൽ നമുക്ക് എടുക്കാൻ, ഇല്ലെങ്കിൽ പതുക്കെ നമുക്ക് തിരുവനന്തപുരം ഭാഗത്തോട്ട് പോകാം. അപ്പോൾ ഫ്രണ്ട്സ്, നമുക്ക് ഒരു ട്രിപ്പ് അടിച്ചു. നമ്മൾ നേരത്തെ ഇങ്ങനെ നിന്ന് ട്രിപ്പൊന്നും അടിച്ചില്ല. അതുകൊണ്ട് പതുക്കെ നമ്മൾ ഇനി ബാലരാമം സൈഡിലോട്ട് വന്നപ്പോൾ ബാലരാമം ജംഗ്ഷനിലെത്തിയപ്പോൾ തിരിച്ച് വഴിമുക്കി എന്നൊരു പിക്കപ്പ് അടിച്ചു. പിക്കപ്പ് ഇവിടെ ലൊക്കേഷനിലെത്തി. നമ്മൾ പട്ടം സൈഡിലോട്ടാണ് പോവേണ്ടത്, കോസ്മോ ഹോസ്പിറ്റൽ. ഇങ്ങനെ നമ്മുടെ ലൊക്കേഷനിലെത്തി. കസ്റ്റമർ ഇവിടെ നിൽപ്പുണ്ട്, നമുക്ക് കസ്റ്റമറെ പിക്ക് ചെയ്യാം. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മുടെ ട്രിപ്പ് കഴിഞ്ഞു. ഇപ്പോഴാണ് തീർന്നത്. നല്ല ബ്ലോക്കായിരുന്നു. നല്ല ബ്ലോക്ക് എന്ന് പറഞ്ഞാൽ ഹെവി ബ്ലോക്ക്. ഈ കാണുന്നതൊക്കെ നമ്മുടെ പൊറ്റക്കുഴിയിൽ നിന്ന് കുമാരപുരം മുറിഞ്ഞപാലം പോകാൻ വേണ്ടി നിൽക്കുന്ന വണ്ടികളാണ്. ഇപ്പോൾ കോസ്മോ ഹോസ്പിറ്റലിൽ കയറാൻ വേണ്ടി ഞാനും വലത് സൈഡിലുള്ള ബ്ലോക്ക് ഒരുപാട് കടന്നു. ഇപ്പോഴാണ് ട്രിപ്പ് കഴിഞ്ഞ് ഏതാണ്ട് 1 മണിക്കൂർ കഴിഞ്ഞു ബാലരാമപുരം ടു കോസ്മോ എത്താൻ. അപ്പോൾ ഇനി നമുക്ക് എവിടെയെങ്കിലും ഒന്ന് പോയി വെയിറ്റ് ചെയ്യാം. നമുക്ക് അടുത്ത ട്രിപ്പ് കിട്ടുമോ ഇല്ലയെന്ന് നോക്കാം. എന്തായാലും ഇന്ന് തിങ്കളാഴ്ച ആയതുകൊണ്ടും മഴ ആയതുകൊണ്ടും ബൈക്കിനേക്കാൾ കൂടുതൽ കാറാണ് റോഡിൽ. അത് സ്വാഭാവികമാണ്. അതുകൊണ്ട് ഇന്ന് ഭയങ്കര തിരക്കാണ്. ഓവർടേക്ക് ചെയ്യാൻ പോലും പറ്റാത്ത തിരക്കാണ്. ഹെവി ട്രാഫിക്. അപ്പോൾ നമുക്ക് അടുത്ത ട്രിപ്പ് കിട്ടുന്നവരെ വെയിറ്റ് ചെയ്യാം. ഇപ്പോൾ ഫ്രണ്ട്സ്, നമുക്ക് കുമാരപുരം സൈഡിൽ നിന്ന് ഒരു ട്രിപ്പ് അടിച്ചു. അതിപ്പോൾ പേട്ടയിലാണ് ഡ്രോപ്പ്. ചെറിയ ട്രിപ്പാണ്. അപ്പോൾ ഇവിടെ കസ്റ്റമറെ പിക്ക് ചെയ്യാൻ വേണ്ടി ഇവിടെ ശ്രീമൂലം ലൈനിൽ വന്നു. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മുടെ ട്രിപ്പ് കഴിഞ്ഞു. അത് പേട്ട ജംഗ്ഷനിൽ നിന്ന് ലെഫ്റ്റ് എടുത്ത് നമ്മളെ കവരടി ജംഗ്ഷൻ പോകുന്ന റോഡിലൊരു 100 മീറ്റർ ആയിരുന്നു. അപ്പോൾ ആ ഡ്രോപ്പ് കഴിഞ്ഞു. അപ്പോൾ നമുക്ക് എവിടെയെങ്കിലും വീടില്ലാത്ത സ്ഥലം നോക്കി ഒതുക്കിയിടാം. അടുത്ത ട്രിപ്പ് കിട്ടുമോ ഇല്ലേ എന്ന് നോക്കാം. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മൾ പേട്ടയിൽ നിന്നപ്പോൾ തന്നെ ഒരു ട്രിപ്പ് അടിച്ചു. ഇവിടെ നിന്നൊരു 1.5 കിലോമീറ്ററാണ്. അതായത് നമ്മളെ പേട്ടയിൽ നിന്ന് റൈലിലേക്ക് ആനയറ പോകുന്ന റോഡ്, അവിടെ നിന്ന് പിക്ക് ചെയ്ത് ശാസ്തമംഗലമാണ് അടിച്ചിട്ടുള്ളത്. അപ്പോൾ ഇവിടെ എല്ലാം നല്ല ബ്ലോക്കാണ്. എന്തായാലും നമുക്ക് അങ്ങോട്ട് പോയി കസ്റ്റമറെ പിക്ക് ചെയ്യാം. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മുടെ ട്രിപ്പ് കഴിഞ്ഞു. ഇവിടെ ശാസ്തമംഗലം SP ഫോർട്ട് ഹോസ്പിറ്റലായിരുന്നു. നമുക്ക് ഇനി എവിടെയെങ്കിലും പോയി ഒതുക്കാം. അടുത്ത ട്രിപ്പ് കിട്ടുമോ ഇല്ലെന്ന് നോക്കാം. എന്തായാലും ഇപ്പം മഴയൊന്നുമില്ല, പക്ഷെ ഭയങ്കര വെയിലും ഭയങ്കര ട്രാഫിക്കുമാണ് ട്രിവാൻഡ്രത്ത്. തിങ്കളാഴ്ച ആയതുകൊണ്ടാണ് അത്യാവശ്യം നല്ല തിരക്കുണ്ട്. രക്ഷയില്ലാത്ത തിരക്കാണെന്ന്.
ഏത് റൂട്ട് ഏത് റോഡ് എടുത്താലും അത്യാവശ്യം നല്ല ട്രാഫിക് ഉണ്ട്. എന്തായാലും ഈ തിരക്കിൽ നിന്നൊക്കെ മാറി നമുക്ക് എവിടെയെങ്കിലും സ്വസ്ഥമായിട്ട് എവിടെയും കൊണ്ടുപോയി വണ്ടി പാർക്ക് ചെയ്യാം. എന്നിട്ട് അടുത്ത ട്രിപ്പിന് വേണ്ടി വെയിറ്റ് ചെയ്യാം. അപ്പോൾ ഫ്രണ്ട്സ്, നമുക്ക് ശാസ്തമംഗലത്ത് SP മെഡിഫോൾഡ് ട്രിപ്പ് കഴിഞ്ഞിട്ട് ഞാനിങ്ങനെ മെയിൻ റോഡ് തൊട്ട് വന്നപ്പോൾ ഒരു ട്രിപ്പ് മാച്ചിങ് വന്നു. ചുമ്മാ ക്ലിക്ക് ചെയ്തതാണ്. അപ്പോൾ അത് ലുലു മോളിലോട്ടായിരുന്നു. അതാ ഞാനിപ്പോൾ നിൽക്കുന്ന ലുലു മോളിലാണ്. അത് ആ ട്രിപ്പ് ഡ്രോപ്പ് ചെയ്തു. ഇനി ഈ ഭാഗത്ത് എവിടെയെങ്കിലും തണലത്ത് പോയി ഒതുക്കാം. ഇപ്പോൾ ഭയങ്കര വെയിലാണ്. രാവിലെ ഭയങ്കര മഴ, ഇപ്പോഴായപ്പോൾ ഭയങ്കര വെയിൽ. നമുക്ക് എവിടെയെങ്കിലും തണലുള്ള സ്ഥലം നോക്കി ഒതുക്കി അടുത്ത ട്രിപ്പിന് വേണ്ടി വെയിറ്റ് ചെയ്യാം. ഈ സൈഡിലെല്ലാം മുൻപ് ലുലു ഓഫറൊക്കെ ഇടുന്ന സമയത്ത് ഭയങ്കര തിരക്കാണ്. കാരണം ഈ ലെഫ്റ്റ് സൈഡിലെല്ലാം പാർക്കിംഗ് ആയിരുന്നു വണ്ടികളെല്ലാം. ഇപ്പോൾ അതെല്ലാം പാർക്കിംഗ് വേണ്ടെന്നുള്ള രീതിയിൽ VLC പ്ലെയർ എല്ലാം കൊണ്ട് വെച്ച് പോലീസ് റിബൺ കെട്ടിയിരിക്കുകയാണ്. ഹുണ്ടായി വെർണ വരെ ഇപ്പോൾ ടാക്സി ഉണ്ടല്ലേ. ഞാൻ ആദ്യമായിട്ടാണ് കണ്ടത് ഹുണ്ടായി വെർണ ടാക്സി. എന്നും പാർക്കിംഗ് ഇല്ല. എല്ലാവരും തണലെല്ലാം കയ്യേറിയിരിക്കുകയാണ്. അപ്പം നമുക്ക് കുറച്ച് അങ്ങോട്ട് പോയി പോയിട്ട് തണലുള്ള സ്ഥലം ഉണ്ടോ എന്ന് നോക്കി വണ്ടി പാർക്ക് ചെയ്യാം. ഉച്ച സമയത്ത് ലുലു മോൾ ബിൽഡിംഗ് കാണാൻ നല്ല രസമാണ്. ഭയങ്കര വെയിലടിച്ച് നല്ല വ്യക്തമായി കാണാം ക്യാമറയിൽ കൂടെ. എന്തായാലും അടുത്ത ട്രിപ്പ് കിട്ടുമോ നോക്കി വെയിറ്റ് ചെയ്യാം. ഫ്രണ്ട്സ്, നമ്മൾ ലുലു മാളിൻ്റെ അവിടെ ഡ്രോപ്പ് ചെയ്തിട്ട് കുറച്ച് നേരം വെയിറ്റ് ചെയ്തു. ഒരു അരമണിക്കൂർ വെയിറ്റ് ചെയ്തു. ട്രിപ്പൊന്നും അടിച്ചില്ല. പിന്നെ തണലുള്ള സ്ഥലം നോക്കി ഒതുക്കി ചോറൊക്കെ കഴിച്ചു. ചോറൊക്കെ കഴിച്ചിട്ടും അവിടെ ഓൺ തന്നെ ആയിരുന്നു. ട്രിപ്പൊന്നും അടിച്ചില്ല. പിന്നെ 12:30-ക്കാണ് ലാസ്റ്റ് ട്രിപ്പ് അടിച്ചത്. ഇപ്പോൾ മണി 2:30-ആയി. നീണ്ട 2 മണിക്കൂറിന് ശേഷം ഒരു ട്രിപ്പ് കുമാരപുരം സൈഡിൽ നിന്ന് GG ഹോസ്പിറ്റലിൻ്റെ അടുത്തുനിന്നാണ് ഇപ്പോൾ ഒരു ട്രിപ്പ് അടിച്ചത്. ഇതൊരു 300 രൂപ അടുപ്പിച്ചുള്ള ട്രിപ്പാണ്. എനിക്ക് തോന്നുന്ന കഴക്കൂട്ടം സൈഡിലോട്ടായിരിക്കും. ഒലിവ് ക്രിസ്റ്റീഡിയ എന്ന് പറഞ്ഞൊരു ഫ്ലാറ്റിൻ്റെ പേരാണ് കാണിച്ചത്. അപ്പം അത് തന്നെയാണെന്ന് തോന്നുന്നു. അപ്പോൾ കസ്റ്റമറെ പിക്ക് ചെയ്യാൻ വേണ്ടി പോകുന്നു. ലൊക്കേഷൻ നോക്കിയപ്പോൾ GG ഹോസ്പിറ്റലിൻ്റെ എമർജൻസി എക്സിറ്റിൽ നിന്നാണ്. അവിടെയാണ് മാപ്പ് എൻഡ് ആയത്. നമുക്ക് എന്തായാലും അങ്ങോട്ട് പോയി നോക്കാം. GG ഹോസ്പിറ്റലിൻ്റെ ഫ്രണ്ട് എൻട്രൻസിൽ വരാനാണ് പറഞ്ഞത്. ഇപ്പോൾ
മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു കസ്റ്റമർ. എമർജൻസിയിലല്ല, മെയിൻ എൻട്രൻസിൽ വരാനാണ് പറഞ്ഞത്. നമുക്ക് മെയിൻ എൻട്രൻസിലോട്ട് കയറാം. കസ്റ്റമർ അവിടെ നിൽപ്പുണ്ട്. അപ്പോൾ നമുക്ക് എന്തായാലും കസ്റ്റമറെ പിക്ക് ചെയ്യാം. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മുടെ ട്രിപ്പ് കഴിഞ്ഞു. അതിവിടെ കഴക്കൂട്ടം സൈഡായിരുന്നു. ടെക്നോ പാർക്ക് ഫേസ് 3 അടുത്തുള്ള ഒരു ഫ്ലാറ്റ് ആയിരുന്നു. അത് ഡ്രോപ്പ് കഴിഞ്ഞു. കുറച്ചിങ്ങ് ഉള്ളിലോട്ടാണ് ഈ ഫ്ലാറ്റ്. ഒലിവ് ക്രസീഡിയ. നല്ല കാറ്റാണ് ഇവിടെ, ഈ അന്തരീക്ഷം. അപ്പൊ ഇതാണ് അതിന്റെ എൻട്രി ഗേറ്റ്. ഇതാണ്. അപ്പൊ നമുക്ക് മെയിൻ റോഡിലോട്ട് പോയി നിൽക്കാം. ആ ഭാഗത്ത് നിന്ന് ഏതെങ്കിലും ട്രിപ്പ് അടിക്കുമോ ഇല്ലയോ ഒന്ന് നോക്കാം. അപ്പോൾ ഫ്രണ്ട്സ്, ഞാനിപ്പോൾ ഉള്ളത് പഴവങ്ങാടിയാണ്. നമ്മൾ ഉച്ചത്തെ ട്രിപ്പ് അവിടെ കൊണ്ട് വിട്ടു. അത് കഴിഞ്ഞ് ടെക്നോ പാർക്കിനടുത്ത് കുറച്ച് നേരം കിടന്നു. ട്രിപ്പൊന്നും അടിച്ചില്ല. അവിടെ കിടന്ന് 1 മണിക്കൂർ അങ്ങ് അറിയാതെ ഉറങ്ങിപ്പോയി. പക്ഷെ ആ ഗ്യാപ്പിലൊന്നും ട്രിപ്പ് അടിച്ചിട്ടില്ല. പിന്നെ അവിടെ അങ്ങനെ നിന്നപ്പോൾ ഒരു ട്രിപ്പ്, അതായത് കഴക്കൂട്ടത്തുനിന്ന് പഴവങ്ങാടിയിലോട്ടോട്ട് ട്രിപ്പ് അടിച്ചു. പത്മനാഭസ്വാമി ക്ഷേത്രം. അങ്ങനെ ആ ട്രിപ്പ് കൊണ്ടാക്കി. അത് കഴിഞ്ഞ് അവിടെ നിന്ന്, അതായത് മെയിൻ റോഡിലോട്ട് ഇറങ്ങിയപ്പോൾ ചാലയെന്ന് കുമാരപുരത്തോട്ട് ട്രിപ്പ് അടിച്ചു. അപ്പൊ അത് പിക്ക് ചെയ്യാൻ വേണ്ടി എത്തി. ഈ ലെഫ്റ്റ് സൈഡ് കാണുന്ന റോഡാണ് ചാലൈ ബാസാറിലോട്ടുള്ള എൻട്രി. അപ്പൊ കസ്റ്റമർ ഇവിടെ എവിടെയോ നിൽക്കും എന്നാണ് പറഞ്ഞത്. പക്ഷെ കാണുന്നില്ല കസ്റ്റമറിനെ. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മൾ കിഴക്കേക്കോട്ട ചാലൈ മാർക്കറ്റിൻ്റെ അടുത്ത റൈഡ് കുമാരപുരത്തായിരുന്നു ഡ്രോപ്പ്. അപ്പോൾ അത് നമ്മൾ ഡ്രോപ്പ് ചെയ്തു. അതൊരു ചെറിയ ട്രിപ്പായിരുന്നു. അതൊരു 190 രൂപയ്ക്കുള്ള ട്രിപ്പായിരുന്നു. കൊണ്ടാക്കിയിട്ട് നമുക്ക് CNG ഏതാണ്ട് അടിക്കാൻ ഒരു 1.5 പോയിന്റേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ കുമാരപുരത്ത് നേരെ വെൺപാലവട്ടം പ്ലാന്റിൽ പോയി CNG എല്ലാം അടിച്ചു. അത് കഴിഞ്ഞ് വെയിറ്റ് ചെയ്തു. ട്രിപ്പൊന്നും അടിച്ചില്ല. പിന്നെ ഇന്നത്തെ ട്രിപ്പ് നമുക്കിവിടെ സ്റ്റോപ്പ് ചെയ്യാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഇപ്പോൾ സ്റ്റോപ്പ് ചെയ്ത് വീട്ടിലേക്ക് പോവുകയാണ്. അപ്പോൾ പിന്നെ ഇന്നത്തെ ഒരു ഇമ്പോർട്ടൻസ് എന്ന് പറഞ്ഞാൽ, ഇന്ന് ന്യൂസ് ചാനലിലെല്ലാം യൂബർ ഓടുന്നവർക്ക് PCC മാൻഡേറ്ററി ആക്കിക്കൊണ്ടുള്ള ഒരു ഉത്തരവ് ഇറങ്ങിയിട്ടുണ്ടെന്നാണ് കേട്ടത്. അപ്പോൾ എല്ലാവരും PCC എടുത്ത് വയ്ക്കുക. അത് നമുക്കെന്നെ ചെയ്യാവുന്നേ ഉള്ളൂ. പോലീസിൻ്റെ ഒരു ആപ്പുണ്ട്, പോലീസ് ഡിപ്പാർട്ട്മെൻറ്റ് ഒരു ആപ്പുണ്ട്, തുണ എന്നൊരു ആപ്പുണ്ട്. അതിപ്പോൾ മാറി POL എന്ന് പറഞ്ഞൊരു ആപ്പിലോട്ട് മാറിയിട്ടുണ്ട്. അപ്പോൾ അത് ഡൗൺലോഡ് ചെയ്താൽ അതിനകത്ത് തുണ ആപ്പിലോട്ട് നമുക്ക് ഡയറക്റ്റ് കയറാം. അപ്പോൾ അങ്ങനെ കയറി എല്ലാവരും PCC എടുത്ത് വയ്ക്കുക. പ്രത്യേകിച്ച് യൂബർ
ഓല, റാപ്പിഡോ, കേരള സവാരി ഓൺലൈൻ പ്ലാറ്റ്ഫോമുകളോടൊന്നും എല്ലാവർക്കും ഇപ്പോൾ PCC മാൻഡേറ്ററി ആക്കി. അപ്പോൾ അതുകൊണ്ട് എല്ലാവരും എടുത്തു വയ്ക്കുക. നിങ്ങൾക്ക് അതിൽ ചെയ്യാൻ അറിഞ്ഞൂടാ എന്നുണ്ടെങ്കിൽ അക്ഷയ കേന്ദ്രത്തിലായാലും പോയി ചെയ്യാം. അങ്ങനെ ഈ നൈറ്റ് ഓടുന്ന ഡ്രൈവർമാർ എന്തോ പ്രശ്നം എന്നൊക്കെയാണ് ന്യൂസിൽ പറയുന്നത്. അതിൻ്റെ വ്യക്തമായ കാരണമൊന്നും എനിക്ക് അറിയത്തില്ല. അപ്പോൾ അതുകൊണ്ട് എല്ലാവരും PCC എടുത്ത് വയ്ക്കുക, നൈറ്റ് ഓടുന്നവർ പ്രത്യേകിച്ച്. കാരണം നൈറ്റ് പെട്രോളിംഗ് സ്ക്വാഡ് PCC അവരുടെ എല്ലാവരും PCC ചെക്ക് ചെയ്യുന്നതായിരിക്കും എന്നാണ് ഇപ്പോൾ ന്യൂസിൽ പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ എല്ലാവരും അത് നിർബന്ധമാക്കി എടുത്ത് വയ്ക്കുക. നമുക്ക് 700 രൂപയാണ് ഒരു വർഷത്തേക്ക്, PCC 700 രൂപയാണ്. അപ്പോൾ അതുകൊണ്ട് എല്ലാവരും എടുക്കണം. എങ്കിലേ നമുക്ക് അത് ഓൺലൈൻ ട്രിപ്പിൾ എടുക്കാൻ പറ്റൂ. ഇപ്പം PCC മാൻഡേറ്ററി ആക്കിയ സ്ഥിതിക്ക് അത് യൂബറിലും അപ്ലോഡ് ചെയ്യേണ്ടി വരും. അപ്ലോഡ് ചെയ്താൽ മാത്രമേ നമുക്ക് യൂബർ ആപ്പ് ഓൺ ചെയ്ത് ഓൺലൈൻ ആവാൻ പറ്റത്തുള്ളൂ. അല്ലെന്നുണ്ടെങ്കിൽ അത് പറ്റത്തില്ല. അപ്പോൾ അങ്ങനെയുള്ള കുറച്ച് ഇഷ്യൂസൊക്കെ ഉണ്ടാവും. അപ്പോൾ അതുകൊണ്ട് എല്ലാവരും അതൊന്ന് ഓർത്ത് വയ്ക്കുക. അപ്പോൾ ഇനി വേറെ പ്രത്യേകിച്ചൊന്നുമില്ല. അപ്പോൾ ഇനി വീട്ടിലേക്ക് പോവുകയാണ്. ഇപ്പോൾ കോവളം കഴിഞ്ഞു, നെയ്യാറ്റിൻകര ലക്ഷ്യമാക്കി പോവുകയാണ്. അപ്പോൾ ഇനി മറ്റൊരു വീഡിയോയുമായി നമുക്ക് നാളെ കാണാം, ട്രിവാൻഡ്രത്തുള്ള വിശേഷങ്ങളുമായി. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു നാളെ ആശംസിച്ചുകൊണ്ട് ഇന്നത്തെ ട്രിപ്പിൻ്റെ ഡീറ്റെയിൽസ് ഇവിടെ അവസാനിക്കുകയാണ്. അപ്പോൾ നമുക്ക് നാളെ കാണാം. എല്ലാവർക്കും ഗുഡ് നൈറ്റ്.